a channel for current affairs and general knowledge. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏപ്രിൽ 3 മുതൽ 6 വരെയുള്ള കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. So first, the Mattapari, Para and Pachrakota GI type belongs to which state? Option A, Tripura. Option B, Assam. Option C, Mizoram. Option D, Nagaland. Correct answer എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ത്രിപുരയാണ്. അടുത്താണ് ഹു ഹാസ് ബീൻ ഹോണേർഡ് വിത്ത് ദ ഇൻ്റർനാഷണൽ കൾച്ചർ അവാർഡ് 2024 ഇൻ്റർനാഷണൽ കൾച്ചർ അവാർഡ് നേടിയത് ആരാണെന്നാണ്. ഓപ്ഷൻ എ റിസ്വാൻ ഹസൻ. ഓപ്ഷൻ ബി മീന ചണ്ട. ഓപ്ഷൻ സി നജ്മ മങ്കുഷ്. ഓപ്ഷൻ ഡി തൈഫ് സൈഫ് സാമി മുഹമ്മദ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീന ചരണ്ടയാണെന്ന് നോക്കുക. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞാണ് മട്ടപ്പറി പിറാൻഡ് പച്ചറ നിങ്ങോട്ടെ ജി ടാഗ് ബിലോങ്സ് ടു ഏതാണെന്ന് ചോദിച്ചാൽ ത്രിപുരയാണെന്ന് നോക്കുക. ത്രിപുര. ഓക്കെ, അടുത്താണ് കച്ചത്തീവ് ഐലൻഡ് റീസെൻ്റ്ലി സീൻ ദ ന്യൂസ് ഈസ് ബിറ്റ്വീൻ വിച്ച് ടു കൺട്രീസ്? ഓപ്ഷൻ എ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഓപ്ഷൻ ബി ഇന്ത്യ ആൻഡ് മ്യാൻമാർ. ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഓപ്ഷൻ ഡി സ്പെയിൻ ആൻഡ് ഫ്രാൻസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. അടുത്താണ് ബർസാന ബയോഗ്യാസ് പ്ലാന്റ് ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ് എന്നാണ്. ഓപ്ഷൻ എ രാജസ്ഥാൻ. ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഓപ്ഷൻ സി മധ്യപ്രദേശ്. ഓപ്ഷൻ ഡി തമിഴ്നാടു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് എന്നാണ്. ഈ ബർസാന ബയോഗ്യാസ് പ്ലാന്റ് ഉത്തർപ്രദേശിലാണ് നോക്കുക. അടുത്താണ് ഹൗ മെനി സൈറ്റ്സ് ഹാവ് ബീൻ ആഡഡ് ടു ദ ഗ്ലോബൽ ജിയോ പാർക്ക് നെറ്റ്വർക്ക്? ഓപ്ഷൻ എ 16. ഓപ്ഷൻ ബി 17. ഓപ്ഷൻ സി 18. ഓപ്ഷൻ ഡി 19. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 18. അടുത്താണ് പാരദ്വീപ് തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ഇന്ത്യയിലെ 2023-24 കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച കാർഗോ ഹാൻഡ്ലിംഗ് ഏറ്റവും മികച്ച തുറമുഖം കാർഗോ ഹാൻഡ്ലിങ്ങിൽ ഏറ്റവും മികച്ച തുറമുഖം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 2023-24 കാലഘട്ടത്തിലെ പാരദ്വീപ് തുറമുഖമാണെന്ന് നോക്കുക. സോ പാരദ്വീപ് തുറമുഖത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് 2023-24 കാലഘട്ടത്തിലെ മികച്ച കാർഗോ ഹാൻഡ്ലിംഗ് പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പാരദ്വീപാണ്. ഒറീസയിലാണ് നോക്കുക. ഇതൊരു നാച്ചുറൽ തുറമുഖമാണ്, പ്രകൃതിദത്ത തുറമുഖമാണ്. അതുപോലെ തന്നെ ആഴം കൂടുതലുള്ള കൂടി നോക്കുക. പിന്നെ റെയിൽവേ സിസ്റ്റം അവർക്ക് സ്വന്തമായിട്ടുണ്ട് കാർഗോ ഒക്കെ ഹാൻഡിൽ ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല ഇതൊരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ISO സർട്ടിഫൈഡ് കൂടിയാണ്. ISO 9001/2015 സർട്ടിഫൈഡ് പാരദ്വീപ് തുറമുഖമാണ് കൂടി നോക്കുക. മാത്രമല്ല ഇത് എന്നാണ് അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ നടന്നതെന്ന് ചോദിച്ചാൽ 1962 നോക്കുക. ഓക്കെ, 1962 ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത്. ഇത് എന്നാണ് ഇതിൻ്റെ ഓപ്പൺ, അതായത് ഇത് എന്നാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1966 നോക്കുക. 1966 മാർച്ച് 12 നോക്കുക. ഓക്കെ, 1966 മാർച്ച് 12 1966 മാർച്ച് 12 ഇതിൻ്റെ ആദ്യമായിട്ട് ഇതിൻ്റെ ഓപ്പണിങ് അതിലെ വർക്കും പ്രവർത്തനമൊക്കെ തുടങ്ങിയത്. ഇനി ഇതൊരു 8ാമത്തെ മേജർ പോർട്ടാണ്. ഇത് പ്രഖ്യാപിച്ചത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അത് എന്നാന്ന് ചോദിച്ചാൽ 1966 ഏപ്രിൽ 18 നോക്കുക. ഓക്കെ, സോ ഒറീസയിലത്തെ തുറമുഖമാണ് പാരദ്വീപ്. അതുപോലെ തന്നെ നാച്ചുറൽ ആൻഡ് ദ്വീപ് പോർട്ടാണ്. ISO സർട്ടിഫൈഡ് ആണ് 9001/2015. റെയിൽവേ സിസ്റ്റം ഉണ്ട്. 1962 ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേഡ് ചെയ്ത്. പിന്നെ 1966 മാർച്ച് 12 ഇതിൻ്റെ ആദ്യമായിട്ട് ഇവിടെ വർക്കും പ്രവർത്തനമൊക്കെ തുടങ്ങിയത്. അതുപോലെ തന്നെ ഏപ്രിൽ 18 ആയപ്പോഴത്തേക്കും ഇവർക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മേജർ പോർട്ടിൻ്റെ സ്റ്റാറ്റസും കിട്ടി. ഓക്കെ, സോ ഇത് നോക്കി വെക്കുക. അടുത്താണ് ഈ താമ്പരം, തമിഴ്നാട്ടിലെ താമ്പരത്ത് വീരചക്ര ഉദ്യാനം അതിൻ്റെ പ്രദർശനം നടത്തിയെന്നും കൂടി നോക്കി വെക്കുക. സോ വീരചക്ര ഉദ്യാനം അതിൻ്റെ പ്രദർശനം എവിടെ നടത്തിയെന്ന് ചോദിച്ചാൽ താമ്പരത്താണ്. താമ്പരത്തെ കാഞ്ചി മഹാസ്വാമി വിദ്യാമന്ദിറിലാണ് നോക്കുക താമ്പരം.
അതുപോലെ തന്നെ ഒരു സ്വന്തമായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ സണ്ണ് ക്രിയേറ്റ് ചെയ്ത ന്യൂക്ലിയർ ഫ്യൂഷൻ സണ്ണ് റിയാക്ടർ ക്രിയേറ്റ് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയാണെന്ന് നോക്കുക. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ കെ സ്റ്റാർ ആണെന്ന് നോക്കുക. കെ സ്റ്റാർ എന്ന് പറയുന്നത് കൊറിയ സൂപ്പർ കണ്ടക്ടിങ് ടോക്കാമാക് അഡ്വാൻസ്ഡ് റിസർച്ച്. സോ ആർട്ടിഫിഷ്യലായിട്ടൊരു സൺ ക്രിയേറ്റ് ചെയ്ത രാജ്യം, ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ഉപയോഗിച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ സണ്ണ് ക്രിയേറ്റ് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഈ അടുത്ത് സൗത്ത് കൊറിയ നോക്കുക. അത് ഡെവലപ്പ് ചെയ്ത ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ കൊറിയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ടോക്കാമാക് അഡ്വാൻസ്ഡ് റിസർച്ച് ആണ് നോക്കുക. അടുത്താണ് ഒരു സ്കീമിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. PM പ്രോഗ്രാം, അതായത് PM പ്രണാം എന്നാണ്. PM പ്രോഗ്രാം ഫോർ റിസ്റ്റോറേഷൻ അവയർനെസ് നോറിഷ്മെൻറ്റ് ആൻഡ് അമീലിയറേഷൻ ഓഫ് മദർ എർത്ത്. ഇതാണ് ഈ PM പ്രണാം എന്ന് പറയുന്ന സ്കീമിൻ്റെ ഫുൾ ഫോം. ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 2003 ഈ സ്കീം ആരംഭിച്ചത്. ഓക്കെ, 2025 ആകുമ്പോഴത്തേക്കും യൂറിയൻ്റെ ഇമ്പോർട്ട് ഫുള്ളും നിർത്താനുള്ള ഉദ്ദേശത്തിലാണ് ഈ സ്കീം ആരംഭിച്ചത്. സോ അതിൻ്റെ അർത്ഥം നമ്മുടെ ഇതര അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് വളങ്ങളും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുക, ഇതാണ് ലക്ഷ്യം. സോ പ്രണാം എന്ന് പറയുന്നത് വളമായിട്ട് ബന്ധപ്പെട്ടാണ്. 2023 ആരംഭിച്ച സ്കീം 2025 ആകുമ്പോഴത്തേക്കും യൂറിയ പൂർണ്ണമായിട്ടും ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തുക എന്നാണ് ഉദ്ദേശം. അടുത്താണ് ഇപ്പോൾ ഈ അടുത്തൊരു എക്സ്കവേഷൻ നടത്തിയിരുന്നു. അപ്പോൾ 5200 വർഷമുള്ള ഒരു ഹാരപ്പൻ സൈറ്റ് കണ്ടെത്തി. സോ തീർച്ചയായിട്ടും അത് ഗുജറാത്തിലെ കച്ചിലാണ് കണ്ടെത്തിയെന്ന് നോക്കുക. ഗുജറാത്തിലെ പട്താബേട്ടിലാണെന്നും കൂടി നോക്കുക. അടുത്താണ് 2024 ആകുമ്പോഴത്തേക്ക് 1,00,000 മെഗാവാട്ട് വൈദ്യുതി ന്യൂക്ലിയർ പവർ വഴി ഉണ്ടാക്കാനാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നതും കൂടി നോക്കുക. സോ ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി ഇന്ത്യയുടെ 1,00,000 മെഗാവാട്ടായിട്ട് ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. അത് ഏത് കൊല്ലത്തേക്കാണെന്ന് ചോദിച്ചാൽ 2047 ആകുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഇന്ത്യ സ്വന്തമായിട്ടൊരു പെട്രോളിയം ഫ്യൂൽ പ്രൈവറ്റ്ലി ഓൺഡ് മാനേജ്ഡ് പെട്രോൾ റിസർവ് എന്നാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ 2029-30 കാലഘട്ടത്തിലേക്ക്. സോ ഫസ്റ്റ് പ്രൈവറ്റ്ലി പെട്രോളിയം റിസർവ്, പ്രൈവറ്റ് ഉടമസ്ഥയിലുള്ള പെട്രോളിയം റിസർവ് എന്നാ വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ 29-30 കാലഘട്ടത്തിലേക്ക്. അടുത്താണ് പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ ജൂറി മെമ്പർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൽക്കിസ് മിർ ആണെന്ന് നോക്കുക. ഓക്കെ, ബിൽക്കിസ് മിർ ഒരു കനോയിസ്റ്റാണ്, ജമ്മു കാശ്മീരിൽ നിന്നാണെന്ന് നോക്കുക. അടുത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ജീൻ തെറാപ്പി ഫോർ ക്യാൻസർ ഡെവലപ്പ് ചെയ്തത് IIT ബോംബെ ആണെന്ന് നോക്കുക. ഓക്കെ, IIT ബോംബെ, അതിൻ്റെ പേരാണ് കാർ T-സെൽ തെറാപ്പി എന്നാണ് പേര്. ലോകത്തിലത്തെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളതും കൂടി നോക്കുക. സോ ഇന്ത്യയുടെ ആദ്യത്തെ ക്യാൻസർ ജീൻ തെറാപ്പി ഡെവലപ്പ് ചെയ്ത IIT ബോംബെയാണ്. കാർ T-സെൽ ആണ് ഇതിൻ്റെ പേര്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള തെറാപ്പിയും കൂടിയാണെന്നും കൂടി നോക്കുക. അടുത്താണ് DRDO പുതിയൊരു ടെസ്റ്റിംഗ് സെൻറ്റർ ഡെവലപ്പ് ചെയ്യുന്നത്. അത് എവിടെയെന്ന് ചോദിച്ചാൽ ജുൻപേട്ട് വെസ്റ്റ് ബംഗാളിലാണ് നോക്കുക. ചന്ദിപ്പൂരിൽ ഒരെണ്ണമുണ്ട്. അതല്ലാണ്ട് അത് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. അതുപോലെ തന്നെ അവർക്ക് അല്ലാണ്ട് പുതിയതായിട്ട് വേറെ ഒരെണ്ണം ഡെവലപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് എവിടെയെന്ന് ചോദിച്ചാൽ ജുൻപുട്ട് വെസ്റ്റ് ബംഗാളിലാണ് നോക്കുക. അടുത്താണ് SCO, അതായത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 19ാമത്തെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അത് എവിടെ വെച്ച് ചോദിച്ചാൽ ആസ്ഥാനയിലാണ് നോക്കുക. ഓക്കെ, ആസ്ഥാന കസാഖിസ്ഥാനിലെ ആസ്ഥാനയിൽ വെച്ച് നടന്നു. അതിൽ ഇന്ത്യൻ്റെ നയിച്ചതാരം ചോദിച്ചാൽ അജിത് ദോവലാണ് നോക്കുക. സോ ഈ SCO എന്താണെന്ന് നമുക്ക് നോക്കാം. 2001 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ജൂൺ 15, 2001 ഈ SCO ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ജൂൺ 15, 2001. ഇതിലത്തെ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ചൈന അതിൻ്റെ നൈബർഹുഡ് രാജ്യങ്ങളാണ് ഡെവലപ്പ് ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ ചൈന, റഷ്യ, കസാഖിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ. സോ ഇങ്ങനെ ഈ 6 രാജ്യം ചേർന്നിട്ടാണ് ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തത്. ചൈന, റഷ്യ, കസാഖിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ. ഇതിലെ മെമ്പർമാർ എത്രയാണെന്ന് ചോദിച്ചാൽ മൊത്തം 12 ഉണ്ട്. അതിൽ 9 പെർമനൻറ്റ്, പിന്നെ 3 ഒബ്സർവർ സ്റ്റാറ്റസ്. ഈ 9 എന്ന് പറയുന്നത് അതിൽ 6 ഈ പറഞ്ഞ ഫൗണ്ടിങ് മെമ്പേഴ്സ്. ഇത് കൂടാതെ ഇന്ത്യ 2017 മെമ്പറായിരുന്നു. ഓക്കെ, ജോയിൻ ചെയ്തിരുന്നു. പിന്നെ പാകിസ്ഥാനും 2017 കയറിയിരുന്നു. 2023 ഇറാനും കൂടി ഇതിൽ അംഗമായിട്ടുണ്ട്. പിന്നെ ഒബ്സർവർ സ്റ്റാറ്റസ് അഫ്ഗാനിസ്ഥാനുണ്ട്, ബെലാറസ് ഉണ്ട്, മംഗോളിയ. ഓക്കെ, അഫ്ഗാൻ
ബെലാറസ്, മംഗോളിയ. ഇതിൻ്റെ ആസ്ഥാനം ബെയ്ജിങ്ങിലാണ് നോക്കുക. ഇപ്പോഴത്തെ അതിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം കസാഖിസ്ഥാനാണ് കൂടി നോക്കുക. അതുപോലെ തന്നെ പുതിയ ഈജിപ്ഷ്യൻ പ്രസിഡൻ്റായിട്ട്, പുതിയതല്ല, ഇപ്പോഴും ഇതിപ്പോൾ മൂന്നാമത്തെ തവണ അദ്ദേഹം ഈ സ്ഥാനത്ത് അബ്ദുൽ ഫത്താഹ് അൽ സിസിയാണ് ഇപ്പോഴത്തെ അബ്ദുൽ ഫത്താഹ് അസിസിയാണ് എന്താ പറയുക ഈജിപ്ഷ്യൻ പ്രസിഡൻ്റായിട്ട് നോക്കുക. അബ്ദുൽ ഫത്താഹ് അസിസി ഈജിപ്ഷ്യൻ പ്രസിഡൻ്റാണ് നോക്കുക. അതേപോലെ തന്നെ ലോകത്തിൻ്റെ ഏറ്റവും പവർഫുൾ ലേസർ ഡെവലപ്പ് ചെയ്ത രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ റൊമാനിയാണ് നോക്കുക. അതുപോലെ തന്നെ ഈ അടുത്തൊരു ഡ്രോട്ട് വരൾച്ചയായിട്ട് ബന്ധപ്പെട്ട ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അത് ഏത് രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംബാബ്വെ ആണ് നോക്കുക. അതുപോലെ തന്നെ വേൾഡ് ഫ്യൂച്ചർ എനർജി സമ്മിറ്റ് നടന്ന രാജ്യം UAE. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JS സിദാനയാണ് നോക്കുക. JS സിദാന. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ്റെ പുതിയ CMD സന്തോഷ് കുമാർ ജ. ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റ് അപ്പോയിൻമെൻ്റ് ആണ്. അതുപോലെ ടാറ്റ ഇൻ്റർനാഷണലിൻ്റെ പുതിയ MD രാജീവ് സിൻഹ. ഇതുവരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും നോക്കുക, രാജീവ് സിൻഹ. വേൾഡ് ബാങ്കിൻ്റെ എക്കണോമിക് അഡ്വൈസറി പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട RBI മെമ്പർ ആരാന്ന് ചോദിച്ചാൽ രാകേഷ് മോഹനാണ് നോക്കുക. അതുപോലെ ഡൽഹി പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഇതിനു വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിൻ്റെ ഹെഡ് ആരാന്ന് ചോദിച്ചാൽ നജ്മി വസീറി ആണെന്നും കൂടി നോക്കുക. നാഷണൽ 56ാമത്തെ നാഷണൽ കൊക്കോ ചാമ്പ്യൻഷിപ്പ് നടന്നു. അതിൻ്റെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വിഭാഗത്തിൽ ജേതാവായത് മഹാരാഷ്ട്ര. പിന്നെ ഇൻ്റർനാഷണൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ്റെ വേൾഡ് കപ്പ് നടന്നിരുന്നു. അതെവിടെ വെച്ചാന്ന് ചോദിച്ചാൽ തായ്ലാൻഡ് പുക്കറ്റിലാണെന്ന് നോക്കാം. തായ്ലാൻഡ് പുക്കറ്റ്. പിന്നെ നാഷണൽ ഫെയിം അവാർഡ് 2024 നേടിയത് കാർത്തിക് ആണെന്ന് നോക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവാർഡ് നേടിയത് SJVN ആണെന്ന് നോക്കാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ഇലക്ട്രോഎൻസോഫാലോഗ്രാം. നമ്മുടെ തലച്ചോറിലെ ഇതൊക്കെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് EEG. ഓക്കെ, അത് ഡെവലപ്പ് ചെയ്ത ഹാൻസ്ബർഗർ ആണ്. അത് കണ്ടെത്തിയതിൻ്റെ 100ാം വാർഷികമാണ് ഈ 2024 കൂടി നോക്കുക. അടുത്താണ് RBI ആയിട്ട് ബന്ധപ്പെട്ട് മോണിറ്ററി പോളിസി ആയിട്ട് ബന്ധപ്പെട്ട് ഇവരിപ്പോൾ റേറ്റുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല, ഒക്കെ സെയിം തന്നെയാണ്. റിപ്പോ നിരക്കിലൊന്നും വലിയ മാറ്റമൊന്നും വന്നില്ല, ഒക്കെ സെയിം തന്നെയാണ്. അതായത് റിപ്പോ നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 6.5% നോക്കാം, 6.5%. അതേപോലെ 6.25% സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. സോ സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 6.25. അതേപോലെ 6.75% ബാങ്ക് റേറ്റും. അതുപോലെ തന്നെ MSF റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് എന്ന് നോക്കുക. പിന്നെ റിവേഴ്സ് റിപ്പോ നിരക്ക്, ഇത് രണ്ടുമാണ് പ്രത്യേകിച്ച് നോക്കുക. ഒന്ന് റിപ്പോ നിരക്ക്, റിപ്പോ എത്രയാണെന്ന് ചോദിച്ചാൽ 6.5%. അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ നിരക്ക് അത് എത്രയാണെന്ന് ചോദിച്ചാൽ 3.35% കൂടി നോക്കുക. സോ റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും തീർച്ചയായിട്ടും നോക്കുക. 6 ആണെങ്കിൽ മറ്റേത് 3.35% നോക്കുക. പിന്നെ CRR 4.5%, SLR 18%. ഇതൊന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ റിപ്പോ 6, റിവേഴ്സ് റിപ്പോ 3.35, പിന്നെ CRR 4.5%. ഓക്കെ, അതേപോലെ തന്നെയാണ് MSFും ബാങ്ക് റേറ്റും. അത് 6.75% കൂടി നോക്കാം. അടുത്താണ് ചോദ്യമാണ്, ലാർജസ്റ്റ് യൂറോപ്യൻ യൂണിയൻ നാഷൻ ടു ലീഗലൈസ് റിക്രിയേഷണൽ കനാബിസ് യൂസ്. അതായത് കഞ്ചാവ് നിയമപരമായിട്ട് ഉപയോഗിക്കാൻ അനുമതി കൊടുത്ത ഏറ്റവും വലിയ യൂറോപ്യൻ രാജ്യം ഏതാണെന്നാണ്. ഓപ്ഷൻ എ മാൾട്ട, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി സൗത്ത് കൊറിയ, ഓപ്ഷൻ ഡി ഇന്ത്യ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ജർമ്മനിയാണ്. അടുത്താണ് വാട്ട് ഈസ് കാലിസ്റ്റോ. കാലിസ്റ്റോ എന്താണെന്നാണ്. ഓപ്ഷൻ എ ജൂപ്പിറ്റേഴ്സ് മൂൺ, ഓപ്ഷൻ ബി
മൂൺ, ഓപ്ഷൻ സി ഇൻവേസീവ് പ്ലാന്റ്, ഓപ്ഷൻ ഡി എൻജിൻഡ് ഇറിഗേഷൻ ടെക്നിക്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ജൂപ്പിറ്റേഴ്സ് മൂൺ. ജൂപ്പിറ്ററിൻ്റെ ഒരു സാറ്റലൈറ്റ് ആണ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് അല്ല, മൂൺ ഉപഗ്രഹമാണ് കാലിസ്റ്റോ എന്ന് നോക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. കാലിസ്റ്റോ ജൂപ്പിറ്ററിൻ്റെ ആണെന്ന് നോക്കുക. അടുത്താണ് വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് ഓട്ടിസം അവയർനെസ് 2024? ഓപ്ഷൻ എ എംപവറിംഗ് ഓട്ടിസ്റ്റിക് വോയിസ്, ഓപ്ഷൻ ബി ദ ട്രാൻസിഷൻ ടു അഡൽട്ട്ഹുഡ്, ഓപ്ഷൻ സി ഇൻക്ലൂസീവ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ, ഓപ്ഷൻ ഡി അസിസ്റ്റീവ് ടെക്നോളജീസ് അസിസ്റ്റീവ് പാർട്ടിസിപ്പേഷൻ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ എംപവറിംഗ് ഓട്ടിസ്റ്റിക് വോയിസ്. അടുത്താണ് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി. കൊസോ ഈസ് എ സോളാർ ഒബ്സർവേറ്ററി ലൊക്കേറ്റഡ് ഇൻ കൊടൈക്കനാൽ. വാസ് സെറ്റപ്പ് ഇൻ ദി ഇയർ. ഈ കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി ഏത് കൊല്ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1885, ഓപ്ഷൻ ബി 1899, ഓപ്ഷൻ സി 1900, ഓപ്ഷൻ ഡി 1950. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1899 നോക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കുക. അടുത്താണ് Dash have recently signed an agreement to work together on developing tests for the most advanced artificial intelligence model. അതായത് AI മോഡൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് കരാർ ഏർപ്പെട്ടതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ US ആൻഡ് ഇന്ത്യ, ഓപ്ഷൻ ബി US ആൻഡ് UK, ഓപ്ഷൻ സി ഇന്ത്യ ആൻഡ് ബ്രിട്ടൻ, ഓപ്ഷൻ ഡി US ആൻഡ് ചൈന. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി US ആൻഡ് UK, അതായത് അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ. അടുത്താണ് വിച്ച് കൺട്രി ഹാസ് ഓൾസോ റീസെൻ്റ്ലി സ്ട്രക്ക് വിത്ത് 7.2 മാഗ്നിറ്റ്യൂഡ് എർത്ത്. ഈ അടുത്ത് 7.2 മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയ എർത്ത് ക്വേക്ക് അനുഭവപ്പെട്ട രാജ്യം ഏതെന്നാണ്. ഓപ്ഷൻ എ ജപ്പാൻ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി തായ്വാൻ, ഓപ്ഷൻ ഡി സിംഗപ്പൂർ. എല്ലാവർക്കും അറിയാം ഓപ്ഷൻ സി തായ്വാൻ. അടുത്താണ് ഹു ഹസ് ബിക്കം ദ സോൾ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ ഹു ക്വാളിഫൈഡ് ഫോർ ദ പാരീസ് ഒളിമ്പിക്സ് 2024? സോ എല്ലാവർക്കും അറിയാം, ഈ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഈ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ സ്പോർട്സ്. സോ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒളിമ്പിക്സിൻ്റെ ഒരു സെപ്പറേറ്റ് ടോപ്പിക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഒളിമ്പിക്സുമായിട്ട് ഒരു സെപ്പറേറ്റ് ടോപ്പിക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ ഇതൊക്കെ കിട്ടൂ. സോ ഓപ്ഷൻ എ മീരാബായ് ചാനു, ഓപ്ഷൻ ബി കുഞ്ചറാണി ദേവി, ഓപ്ഷൻ സി ഗുർദീപ് സിംഗ്, ഓപ്ഷൻ ഡി കർണം മല്ലേശ്വരി. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ മീരാബായ് ചാനുവിനാണ്, അല്ലെങ്കിൽ മീരാബായ് ചാനുവാണ് പാരീസ് ഒളിമ്പിക്സ് 2024. ഓക്കെ, 2024 ക്വാളിഫൈ ചെയ്തതെന്ന് നോക്കുക. സോ ഇതിന് മുമ്പ് നടന്ന ഒളിമ്പിക്സ് ഏത് കൊല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആണെന്ന് നോക്കുക. പക്ഷേ എങ്കിൽ അതിൻ്റെ പേരാണ് 2020. ആക്ച്വലി ഇത് നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2021. ഓക്കെ, അടുത്താണ് ലംബി സിക്നസ് ഡിസീസ് LSD ഈസ് ഒക്കേർഡ് ഇൻ വിച്ച് സ്പീഷീസ് ഓർ ഗ്രൂപ്പ്? ഈ ലംബി സിക്ക് ഡിസീസ് LSD ഏത് വിഭാഗത്തിന് അനുഭവപ്പെടുന്ന ഡിസീസ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാറ്റിൽ, ഓപ്ഷൻ ബി ഫിഷ്, ഓപ്ഷൻ സി വൈൽഡ് കാറ്റ്, ഓപ്ഷൻ ഡി ബേർഡ്സ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ കാറ്റിൽ, അതായത് കന്നുകാലികൾക്കാണ് ഇത് വരുന്നത്, ലംബി സ്കിൻ ഡിസീസ്. അടുത്താണ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ദാറ്റ് റീസെൻ്റ്ലി മെയ്ഡ് എ പോർട്ട് കോൾ ഇൻ വിയറ്റ്നാം ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് ഓവർസീസ് ഡിപ്ലോയ്മെൻറ്റ് ടു ആസിയൻ കൺട്രീസ്? ഓപ്ഷൻ എ താരാബായ്, ഓപ്ഷൻ ബി സാമ്രാട്ട്, ഓപ്ഷൻ സി സമുദ്ര പഹർദർ, ഓപ്ഷൻ ഡി പ്രിയദർശിനി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സമുദ്ര പഹേദർ. NICES program recently seen in the news is operated by which organization? Option A ISRO, option D DRDO, option C IEA, option D CB. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ISRO ആണ് ഈ NICES പ്രോഗ്രാം ആരംഭിച്ചത്. അടുത്താണ് അഹോബിലം ഷ്രൈൻ റീസെൻ്റ്ലി സീൻ ദ ന്യൂസ് ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ആണ്, അഹോബിലം ഷ്രൈൻ. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അഹോബിലം ഷ്രൈൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ് നോക്കുക. അടുത്ത തന്നെ കത്യ വീറ്റ് റീസെൻ്റ്ലി ഗോട്ട് എ GI tag ഈസ് ബിലോങ് ടു വിച്ച് സ്റ്റേറ്റ്? സോ ഈ GI tag ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, സോ ഒന്ന് ഓർത്തിരിക്കുക. കത്യ വീറ്റ്
ഓക്കെ, കത്യാവീറ്റ് ഏത് സംസ്ഥാനത്തെയും ബന്ധപ്പെട്ടാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ആന്ധ്ര, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആണ് നോക്കുക. അടുത്താണ് പെരുങ്കമണലൂർ മസാക്കർ റീസെൻ്റ്ലി സീൻ ദ ന്യൂസ് ഈസ് ഇൻ വിച്ച് സ്റ്റേറ്റ്? പെരുങ്കമണലൂർ മസാക്കർ ഏത് സംസ്ഥാനത്തു നിന്നാണ്? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി ഒറീസ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തമിഴ്നാട് എന്ന് നോക്കുക. അടുത്താണ് മൈ CGHS ആപ്പ്. ഓക്കെ, മൈ CGHS ആപ്പ് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ മൈ CGHS ആപ്പ് ഓക്കെ ഫോർ iOS എക്കോസിസ്റ്റം ഓഫ് ഡിവൈസസ്. സോ ഈ മൈ CGHS ആപ്പ് ഇത് ഡെവലപ്പ് ചെയ്തത് ഏത് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് പവർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി അഫയേഴ്സ്. അടുത്താണ് സന്നട്ടി ബുദ്ധിസ്റ്റ് സൈറ്റ് ഏത് സംസ്ഥാനത്തു നിന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ഒറീസ, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി കേരള. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കർണാടകയാണ്. ഈ സനാട്ടി ബുദ്ധിസ്റ്റ് സൈറ്റ് ഇത് ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. കർണാടകയിലാണ് നോക്കുക. അടുത്താണ് ഇന്ത്യസ് മാർക്കറ്റ് ക്യാപ് ലൈക്ലി ടു ഹിറ്റ് $10 ട്രില്യൺ. ഓക്കെ, ബൈ ഏത് കൊല്ലം എന്നാണ്? $10 ട്രില്യൺ ഇന്ത്യൻ്റെ മാർക്കറ്റ് ക്യാപ് അച്ചീവ് ചെയ്യുന്ന ഏത് കൊല്ലം എന്നാണ്? ഓപ്ഷൻ എ 2025, ഓപ്ഷൻ ബി 2050, ഓപ്ഷൻ സി 2030, ഓപ്ഷൻ ഡി 2045. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2030. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഓർത്തിരിക്കുക 2030 ആകുമ്പോഴത്തേക്കും $10 ട്രില്യൺ. ഓക്കെ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ 3 മുതൽ 6 വരെയുള്ള ഏപ്രിലിലെ കറണ്ട് അഫയേഴ്സ്. ഇതിനു മുമ്പ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരപ്രദമാവട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദിയുണ്ട്.